2026 വർഷഫലമാണ്. അതിൽ മേടൻ രാശിക്കൂറ്, മേടൻ രാശിയിൽ പെടുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ കാലിൽപ്പെടുന്ന നക്ഷത്രം. അവരെ സംബന്ധിച്ച് ഈ 2026 ശനി 12-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴം നമുക്ക് 3-ാം ഭാവത്തിലാണ്. ഈ ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം വ്യാഴം 4-ലേക്ക് വരുന്നുണ്ട്. അതും കർക്കിടക രാശിയിലേക്കാണ് വരുന്നത്. കർക്കിടക രാശി വ്യാഴത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രാശിയാണ്, ഉച്ചരാശിയാണ്. അപ്പോൾ ഏഴരശനിയുടെ കാലഘട്ടമാണ്. മേടൻ രാശിക്കാർക്ക് ഏഴരശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-ല് വ്യാഴം വന്നിട്ട് മനസ്സിന് അസ്വസ്ഥതകളും മുറവിളി കൂട്ടുക എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ജൂൺ 9-ാം തീയതിക്ക് ശേഷം വ്യാഴം മാറി 4-ലേക്ക് വരുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ വ്യാഴം ശനീശ്വരൻ 12-ൽ നിൽക്കുമ്പോൾ ഏഴരശനി ആണെങ്കിലും നമ്മുടെ കർമ്മത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെയാണ് കിട്ടുക. അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കും, നമുക്ക് കുറേ പ്രതിസന്ധികൾ തരും. അതാണ് 12-ലെ ശനി വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിസന്ധികൾ വരുത്തുന്നത്. അപ്പോൾ ശനീശ്വരൻ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് തരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മനസ്സമാധാനവും 3-ലെ വ്യാഴം തരുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു മാറ്റമാണ് ഈ വർഷം ഈ മേടൻ രാശിക്കാർക്ക് സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ 4-ലേക്ക് വ്യാഴം മാറുമ്പോൾ എന്ന് വെച്ചാൽ കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളും സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിനൊരു മാറ്റം വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര നാളുകൾ ഇപ്പോൾ ശനി 12-ൽ വന്ന സമയം തുടങ്ങി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ല. നമ്മൾ എന്ത് ജോലിക്ക് പോയാലും അവിടെ ശരിയാവുന്നില്ല, നമുക്ക് നിൽക്കുന്നില്ല. ഒരു ജോലി നിന്നു, പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോലിയിലേക്ക് വന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ 2026. അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ജൂൺ മാസം കഴിയുമ്പോഴേക്കും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ആ രാഹു 11-ൽ നിൽക്കുമ്പോൾ രാഹു 11-ാം ഭാവം രാഹുവിന് ഇഷ്ടസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ശനിയുടെ ക്ഷേത്രമാണ്. ശനി 12-ലും രാഹു 11-ൽ നിൽക്കുമ്പോൾ അത്ര അധികം ശോഭനമായ ഫലങ്ങളല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിരുന്നു. പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ വിദേശവാസമൊക്കെ നല്ലതാണ്. അവിടെ പോയിട്ട് ജോലിയൊക്കെ കിട്ടാതെ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് അതിനൊക്കെ സാധിക്കും. മുന്നോട്ട് പോകാനും ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കാനും ബിസിനസ്സുകാർക്കാണെങ്കിലും പുതിയ പ്രൊജക്റ്റ്, ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത്തിരി കൂടി ഒരു നല്ലൊരു സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വർഷം അവർ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അവർ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് ഭജന ചെയ്യുക. അതേപോലെ ശനി ക്ഷേത്രത്തിൽ, ശനി എന്ന് പറഞ്ഞെങ്കിൽ നവഗ്രഹങ്ങളുടേതായിട്ടുള്ള ശനിയുടെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോവുക, നവഗ്രഹങ്ങൾക്ക് പോയിട്ട് ശനിക്ക് കറുത്ത പട്ട്, കറുത്ത ഉഴുന്നൊക്കെ സമർപ്പിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പിൻവിളക്ക്, മുൻവിളക്ക്, ധാര ഇത് കൊടുക്കുക. പിന്നെ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും പറയുന്ന പോലെ കർമ്മമാണ് ഏറ്റവും മുഖ്യമെന്ന് മനസ്സിലാക്കി നമ്മൾ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനി ഈ തരുന്ന ദോഷങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. പിന്നെ അലസതയൊക്കെ ഉണ്ട്. അലസതയൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് വരും. ഉറക്കം വരും, പിന്നെ രോഗങ്ങളെ വരും. നമുക്ക് രോഗത്തിന് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നും. ഇതൊക്കെ നമുക്ക് ഡോക്ടറെ കാണിക്കണം, മെഡിസിൻ എടുക്കണം. അതൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ജോലിയിലേക്കും പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് മാറ്റങ്ങൾ വരാനായിട്ട് പറ്റും. നമ്മുടെ ഏഴരശനിയുടെ കാഠിന്യമൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് 2026-ൽ നമുക്ക് സാധിക്കും. ജൂൺ മാസത്തോടു കൂടി ഏറ്റവും നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജോലിയാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ 1/4 ഭാഗവും രോഹിണിയും മകേരത്തിൻ്റെ പകുതി ഭാഗവും കൂടുന്നതാണ് ഇടവൻ രാശി. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 11-ലാണ് ശനി ഉണ്ടായിരുന്നത്. ആ 11-ലെ ശനി അവിടെ തന്നെയും വ്യാഴം 2-ലാണ്. അപ്പോൾ നല്ലൊരു സമയമായിരുന്നു. നല്ലൊരു സമയത്തിലൂടെ തന്നെയാണ് നമ്മളിപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2026 ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് വ്യാഴം ഈ 2-ാം ഭാവത്തിൽ നിന്ന് 3-ാം ഭാവത്തിലേക്ക് വരികയാണ്. അതും കർക്കിടക രാശിയിലാണ് വരുന്നത്. അപ്പോൾ 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന് പറയും. അപ്പോൾ ടെൻഷനെ കൂട്ടും. അതാണ്, മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കില്ല, രോഗങ്ങളെ ഉണ്ടാക്കും, സാമ്പത്തികമായി തടസ്സങ്ങളെ ഉണ്ടാക്കും. ഇതൊക്കെ കുറച്ച് അനുഭവത്തിൽ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ടൈം അല്ലേ,
വരുന്നത്. ജൂൺ മാസം തുടങ്ങിയിട്ടാണല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പം അതുവരെയൊക്കെ നമുക്ക് നല്ല ഫലങ്ങളാണ് തരുന്നത്. ആ ഫലം നമ്മൾ എപ്പോഴും വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2026 ജാനുവരി തുടങ്ങിയ വ്യാഴത്തിന് സഹസ്രനാമം ചൊല്ലുക, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ശനി തരുന്ന നല്ല ഫലമുണ്ട്. ശനി 11 ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് തരുന്നത്. അതൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. വിദേശത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾ, ഇവിടെ 10 രാഹുവാണ്. അതുപോലെ എക്സാം, ഈ പുതിയ എക്സാമുകൾക്ക് പോവുക, ജോലിയിലായാലും പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറ്റും. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ശനീശ്വരൻ തരുന്ന ലാഭങ്ങളും മറ്റുള്ള ബാധ്യതകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്നായിരിക്കും നമ്മൾ ഇന്നത് ഇൻവെസ്റ്റ് ചെയ്ത് അത് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ജൂൺ മാസം വരുമ്പോൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ടെൻഷൻ വരും. അപ്പോൾ അത് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും പണം ഇടപാടുകളൊക്കെ എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിൽ വരേണ്ടത്, ഇപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ വന്നതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇതാണ് ഇടവൻ രാശിക്കാർ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം. ഇപ്പോൾ ഈ വർഷത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും അധികമായിട്ടിരിക്കും. ഒരേപോലെ, കൂടുതലുമല്ല കുറവല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശനി തരുന്ന നല്ല ഫലങ്ങൾ, ശനി നമുക്ക് വർക്ക് ചെയ്തതിനുള്ള ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടും. അത് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മിഥുനൻ രാശി. മിഥുനൻ രാശിയിലെ മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടിയതാണ് മിഥുനൻ രാശി. അപ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ലഗ്നത്തിൽ തന്നെ വ്യാഴമാണ് നിൽക്കുന്നത്. ലഗ്നത്തിൽ വ്യാഴവും കർമ്മത്തിലാണ് ശനി നിൽക്കുന്നത്, 10ാം ഭാവത്തിൽ. അപ്പോൾ കർമ്മത്തിൽ ശനി നമുക്ക് ദോഷത്തെയൊന്നും അധികം ചെയ്യുന്നതല്ല. നമ്മൾ കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കും. അത് ആ തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ജോലിക്ക് പോവാതിരിക്കാതെ എന്നും ജോലിക്ക് പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലസത ധാരാളം ഉണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അതൊക്കെ മാറ്റാണ് വരുന്നത്. അപ്പോൾ വ്യാഴം നമുക്ക് 2ലേക്ക് വരും. ആ വ്യാഴം 2ലേക്ക് ഒരു ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴനേക്കാളും ഏറ്റവും ഗുണം നമുക്ക് വ്യാഴം 2ൽ വരുമ്പോഴാണ്. അപ്പോൾ ആ 2ാം ഭാവത്തിൽ അത് നിധി, കോശം, ധനം, വാക്കാണ് വരുന്നത്. വാക്കിനെ വളരെ സൂക്ഷിക്കുക. ഈ വാക്കുകൾ കൊണ്ടാണല്ലോ നമുക്ക് എല്ലാ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ പണമിടപാടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10ൽ ഇപ്പം ഇത്ര നാളായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ശ്രമിച്ചിട്ട് അതൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. ഇപ്പോൾ ഭൂമി കച്ചവടമാണെങ്കിലും, പിന്നെ അതല്ലാണ്ട് തൊഴിലിലെ തടസ്സങ്ങൾ കൂടി നിന്നിട്ട് സ്ഥിരമായിട്ടൊരു തൊഴിലിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, അതൊക്കെ മാറുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. അത് എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം. ഇപ്പം മേലധികാരികളിൽ നിന്ന് നമുക്ക് കുറേയധികം ദോഷാനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന ഒരു സമയമാണ് മിഥുന രാശിക്കാർക്ക് ഉണ്ടാവുക. കർമ്മത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഇൻസൾട്ടിങ്, ശനി എപ്പോഴും നമ്മളെ ഇൻസൾട്ടിങ്ങിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് വ്യാഴം ഇങ്ങനെ വരുന്നത് 2ലേക്ക്, അതും ഉച്ചരാശിയിലേക്ക് വരും. അപ്പോൾ ആ വ്യാഴത്തെ കൊണ്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. എല്ലാം കൊണ്ടും, അതായത് വിദേശാനുഭവങ്ങൾക്കാണെങ്കിലും പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാകുന്നതാണെങ്കിലും, ഇപ്പോൾ മേലുദ്യോഗസ്ഥന്മാരുടെ നിന്ന് നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറി നമുക്ക് മുന്നോട്ട് വരാനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു സമയമാണ് മിഥുന രാശിക്കാർ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകും വേണം. ശനിക്ക് പറ്റത്തക്ക വഴിപാടുകൾ, അതായത് ശിവൻ്റെ അമ്പലത്തിൽ പോവാം, പിൻവിളക്ക് ധാര അത് കൊടുക്കുക. 2ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോഴേക്കും നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം. ഗണപതിക്ക് നമുക്ക് എന്തെങ്കിലും പോകുമ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. എന്താ വെച്ചാൽ 3ാം ഭാവത്തിൽ നമുക്ക് കേതു ഉള്ളത് കൊണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മുടെ ആ വാക്കിനെ ഒന്ന് നന്നാക്കിയെടുത്താൽ, എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഗണപതിക്ക് ഒരു തേങ്ങയൊക്കെ ഉടച്ച് വിഷ്ണു സഹസ്രനാമൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ചൊല്ലിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വർഷം നമുക്ക് അതിനെ ഫലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് വ്യാഴം വന്നിരുന്നത് കൊണ്ട് കാര്യമില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കി ആ വ്യാഴത്തിനെ കൊണ്ടുള്ള ഗുണം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾ പരിശോധിക്കുക. ആ ജാതകത്തിലൂടെ നിങ്ങളുടെ വ്യാഴം എവിടെയാണോ, ശനീശ്വരൻ എവിടെയാണോ, ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളെ ദശയും അന്തർദശകളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് തരുന്നത്.
നിങ്ങളുടെ കുടുംബക്ഷേത്രം, നിങ്ങളുടെ ഉപാസനാമൂർത്തി ഇവരൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷം എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൽ 2026 നമുക്ക് 12ാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. 12ാം ഭാവത്തിലെ വ്യാഴം 9ാം ഭാവത്തിൽ നമുക്ക് ശനിയുമാണ് നിൽക്കുന്നത്. അപ്പോൾ 9ാം ഭാവത്തിലെ ശനീശ്വരൻ നമുക്ക് എപ്പോഴും ഭാഗ്യാനുഭവങ്ങളൊക്കെ തരാൻ ശ്രമിക്കുമ്പോഴും വ്യാഴം അവിടെ തടസ്സങ്ങളുണ്ടായിരുന്നു. വ്യാഴം 12-ലല്ലേ, അപ്പോൾ ഒരു കാര്യത്തിനും പോവാം, പക്ഷെ അവിടെ കുറച്ച് തടസ്സം ഉണ്ടാക്കും. പിന്നെയും നമ്മുടെ പ്രാർത്ഥന, പൂജ അതൊക്കെ കൂട്ടും. നമ്മൾ 9-ൽ ശനി നിൽക്കുമ്പോൾ എപ്പോഴും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നന്നായി പോവും. ക്ഷേത്ര ദർശനം ചെയ്യും, അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാനുള്ള താല്പര്യം കൂടുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 9-ലെ ശനി തരുന്ന ഭാഗ്യങ്ങളൊക്കെ ഈ ജൂൺ മാസം കഴിഞ്ഞാൽ ഇവർക്ക് ലഗ്നത്തിൽ വ്യാഴം വരും. അത് ഏറ്റവും കൂടുതൽ നല്ല ഒരു എനർജി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ എല്ലാ തടസ്സങ്ങളും വ്യാഴം നമ്മുടെ കൂടെ വന്നു, ലഗ്നത്തിൽ തന്നെ വന്നു. 9-ൽ ശനീശ്വരൻ വന്നു. അപ്പോൾ 9-ലെ ആ ധ്യാനവും നമ്മുടെ കൃത്യനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡെവലപ്മെൻ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇവിടെ രാഹു ഉണ്ട്. രാഹു അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ രോഗങ്ങളെ ശ്രദ്ധിക്കണം. അത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. നീര് വരിക, കാലിമ ശരീരത്തിൽ അങ്ങനെയൊക്കെ നീര് വരുന്നൊരു സമ്പ്രദായം ഉണ്ടാവാം. പിന്നെ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. രോഗാവസ്ഥകളെ ശ്രദ്ധിക്കണം, വാക്കിനെ ശ്രദ്ധിക്കണം. 2ാം ഭാവത്തിൽ കേതുവാണ്. അപ്പോൾ വാക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും. അതിന് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു വരുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പെട്ടെന്നായിരിക്കും നമ്മുടെ നാവിൽ നിന്ന് പോവുക. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ സഹസ്രനാമമൊക്കെ ചൊല്ലുന്നത്. വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനും ദേവിയോട് പ്രാർത്ഥിക്കുക. ഏതാണോ നിങ്ങളുടെ ഇഷ്ടമൂർത്തി എന്ന് വെച്ചാൽ അതിനെ നന്നായിട്ട് ജപിക്കുക, നന്നായിട്ട് ഉപാസിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. വ്യാഴം മോക്ഷസ്ഥാനത്ത് നിന്ന് ലഗ്നത്തിലെത്തി, ശനീശ്വരൻ 9-ലുണ്ട്. പിന്നെ രാഹു കേതുക്കളാണ് നമുക്ക് ഇത്തിരി നമ്മുടെ രോഗങ്ങളൊക്കെ തരുന്നത്. പക്ഷേ ഈ രോഗാവസ്ഥകളൊക്കെ കുറഞ്ഞ് വരും. വ്യാഴം വന്നു കഴിഞ്ഞാൽ എത്ര രോഗം ഉണ്ടെങ്കിലും അത് പെട്ടെന്നായിരിക്കും അത് മാറ്റങ്ങളൊക്കെ വന്ന് നമുക്ക് ഉഷാറായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയമൊക്കെ വളരെ ശ്രദ്ധിക്കുക. 2-ൽ കേതു വന്ന കാരണമാണ് ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിയെ നന്നായിട്ട് ഭജിക്കുക എന്നൊക്കെ പറയുന്നത്. ഒരു സഹസ്രനാമോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉപാസിക്കുന്നത് അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്തു പോവുക. അതാണ് കർക്കിടക രാശിക്കാർക്ക് ഈ വർഷം. അപ്പോൾ ഈ വർഷം നല്ലൊരു വർഷമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച്. ചിങ്ങൻ രാശിക്കാർ 2026 ഇപ്പോൾ 11-ലാണ് നിൽക്കുന്നത്. 2026 ജൂൺ മാസം വരെ വ്യാഴം നമുക്ക് 11ാം ഭാവത്തിൽ. ഇപ്പോൾ വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ അഷ്ടമത്തിലെ ശനി കുറച്ച് ദോഷങ്ങളാണെങ്കിലും വ്യാഴത്തെ കൊണ്ട് നമുക്കൊരു നല്ല ഉപകാരത്തിലെത്തിയിരുന്നു. ആ ഉപകാരത്തിലെത്തിയിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ആ വ്യാഴം ജൂൺ മാസത്തിൽ 12ാം ഭാവത്തിൽ വരുന്നത്. കർക്കിടക രാശിയിലാണ്. വലിയ ദോഷങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ എപ്പോഴും ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമുക്ക് മേടിച്ച ധനത്തെ കൊടുക്കാൻ സാധിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിങ്ങൻ രാശിയിൽ തന്നെ കേതു വരികയാണ്. അപ്പോൾ ആ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നൊക്കെ ഒരു വെറുതെ ഇങ്ങനെ കുറേ ആലോചിച്ച് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ രോഗങ്ങളെ ശ്രദ്ധിക്കുക. വാക്ക് അതേപോലെ നമ്മുടെക്ക് രോഗം ലഗ്നത്തിൽ തന്നെ കേതു വന്ന് നിൽക്കുന്നു. വ്യാഴാണെങ്കിൽ 12-ൽ മാറി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ നടന്നിക്കുമ്പോഴും നമ്മുടെ വീട്ടിലാണെങ്കിലും എപ്പോഴും നമ്മൾ വളരെയധികം കെയർഫുൾ ആവുക. കാലിൻ്റെ ഭാവത്തിലാണ് നമുക്ക് ശനി വന്ന് നിൽക്കുന്നത്. കാലിന്മേൽ രോഗങ്ങൾ ഉണ്ടാവാം, നീരുകൾ ഉണ്ടാവാം. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. പിന്നെ എന്നാലും കർമ്മത്തിൽ നിങ്ങൾ നന്നായി നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8, 9, 10ാം ഭാവം നിങ്ങൾക്ക് ശുക്രൻ്റെ ഭാവമാണല്ലോ. അപ്പോൾ ആ ശുക്രൻ രാശികൾ മാറും തോറും നമുക്ക് കർമ്മത്തിലുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ ആ കർമ്മം കൊണ്ടുണ്ടാവുന്നത് എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ശനിയായാലും വ്യാഴായാലും നമുക്ക് ഏറ്റവും നല്ല ഫലം ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 6 മാസം കഴിഞ്ഞു, പിന്നെ ഈ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ പിന്നെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് നമുക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിപ്പെടാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു മാറ്റമല്ല, അതൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാവാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2026 ജൂൺ മാസം കഴിഞ്ഞാൽ, ജൂൺ മാസം ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിയല്ല, ജൂൺ മാസം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുവരെ ഉണ്ടാവുന്ന നമുക്ക് ബാധ്യതകളോ കടങ്ങളോ കൂടുതൽ മേടിക്കാതെ
നമ്മൾ ശ്രദ്ധിക്കുക. കർമ്മത്തിൽ നന്നായി ശ്രദ്ധിക്കുക. കർമ്മം കൊണ്ട് തന്നെ ധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ആണ് ഈ ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്. ചിങ്ങൻ രാശിയിൽ ചന്ദ്രരാശി വരുന്നവരായാലും ലഗ്നം വരുന്നവരായാലും ഇത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. ഇതിൽ കുട്ടികളാണെങ്കിലും പിന്നെ തടസ്സങ്ങൾ മാറാനായിട്ട് നമുക്ക് ഹനുമാൻ ചാലീസ് ചൊല്ലാം. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ ദേവീനെ ഞാൻ നേരത്തെ പറഞ്ഞു, ദേവിയുടെ സ്തോത്രം എന്തായാലും കൃത്യമായിട്ട് ഒരു ദിവസത്തിൽ ഇന്ന സമയത്ത് ഞാൻ ചൊല്ലും. കാലത്ത് എത്ര നേരം അല്ലെങ്കിൽ സന്ധ്യയ്ക്കാണെങ്കിൽ ആ സമയത്ത് ചൊല്ലുക. അങ്ങനെ ക്ഷേത്ര ദർശനം കറക്റ്റായിട്ട് പോവുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കറക്റ്റായിട്ട് നാമം ചൊല്ലുക. അങ്ങനെ കറക്റ്റ് നാമം ചൊല്ലുന്നവർക്ക് നല്ല മാറ്റം വരുന്നുണ്ട്. 1-2 ദിവസം വെറുതെ നാമം ചൊല്ലുന്നതല്ല, കൃത്യമായിട്ടൊരു ഉപാസന പോലെ, കൃത്യമായിട്ട് അനുഷ്ഠാനം പോലെ നമുക്ക് ചെയ്താൽ നല്ല മാറ്റം നമുക്ക് വരും. എന്നുവെച്ചാൽ നമ്മൾ ജോലിക്ക് പോകുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപാസനയും നന്നായിട്ട് വേണ്ട ഒരു സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക്. അപ്പോൾ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വഴി നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥന, പൂജ അതൊക്കെ തന്നെയാണ് നമുക്ക് പറ്റുക. അത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കന്നി രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതാണ്. 2026 ജനുവരി തുടങ്ങി തന്നെ ശനിയുണ്ട്, അവിടെ തന്നെയാണ്. പക്ഷെ വ്യാഴത്തിനാണ് മാറ്റം വരുന്നത്. വ്യാഴം കർമ്മത്തിലായിരുന്നു. അപ്പോൾ ആ കർമ്മത്തിൽ നിന്ന് 11ലേക്കാണ് പോകുന്നത്. 11ലേക്ക് കർക്കിടക രാശിയാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ നമുക്ക് കുറേ തടസ്സങ്ങളാണ്. നിവർത്തി സ്ഥാനത്താണ് ശനി. അത് 10ൽ വ്യാഴം നിൽക്കുന്നതും കേന്ദ്രാധിപത്യം എന്ന് പറയുമ്പോൾ അത്രയും കൂടെ ഗുണം നമുക്ക് കിട്ടുന്നില്ല. എന്നാലും നമ്മളെന്നും ജോലിക്ക് പോകുന്നുണ്ട്, നമുക്ക് കുറേ ഇൻസൾട്ടിങ് കിട്ടും. പിന്നെ മറ്റുള്ള എന്തിനെങ്കിലും പോയ 10 വട്ടം നമ്മൾ പോകേണ്ടി വരും. ഇതൊക്കെ തടസ്സങ്ങളെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊരു വലിയൊരു മാറ്റമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 2026 നല്ല മാറ്റമാണ് ഈ കന്നി രാശി ഉള്ളവർക്ക് വരുന്നത്. കന്നി ലഗ്നം വന്നാലും ചന്ദ്രരാശി വന്നാലും ഒക്കെ അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണത്. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ശനി 7ൽ നിന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇപ്പോൾ ഒന്നും ടെൻഷൻ ആവണ്ട. ഇപ്പോഴും കർമ്മത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യത്തിലേക്ക്, പിന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം അത് കൂട്ടി യോജിച്ച് നല്ല രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കൊക്കെ മാറ്റം വരാനായിട്ട് പറ്റും. കുട്ടികളാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂ ഒക്കെ എഴുതി അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്, മനസ്സിനകാകെ പ്രശ്നമായിട്ട് ഇങ്ങനെ ടെൻഷൻ വരുമല്ലോ. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇൻ്റർവ്യൂ എഴുതി അത് കിട്ടിയില്ല, അങ്ങനെയൊന്നും നിരാശപ്പെടേണ്ട ഒരു സമയമല്ല. നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് ശിവനെ പ്രാർത്ഥിക്കുക, ശിവൻ്റെ അമ്പലത്തിൽ പോവുക, ഓം നമഃ ശിവായ നന്നായിട്ട് ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, സഹസ്രനാമം ചൊല്ലുക. ഇതൊക്കെ ചെയ്താൽ നല്ല മാറ്റം വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേതു 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം നമുക്ക് 11ൽ വരികയാണ്. അപ്പോൾ നല്ലതാണ്. അപ്പോൾ കേതുവിൻ്റേതായ 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നല്ലൊരു മാറ്റം വരണം. നമുക്ക് വിദേശത്തേക്ക് യോഗ ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകണം, നല്ലൊരു മാറ്റം വരണം. ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വരാനായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക. പിന്നെ ഗണപതിക്ക് അഥർവശീർഷം എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് ഗണപതിയുടെ. അത് ഇങ്ങനെ ബുധനാഴ്ച ദിവസങ്ങളിൽ പോയി ചെയ്യുക. ഹനുമാൻ ചാലീസ് ചെയ്യുക. അതൊക്കെ ചെയ്താൽ നല്ല മാറ്റം വരും. ഈ കേതുവിൻ്റേതായ ഈ 12ലെ ദോഷങ്ങൾ നമുക്ക് മാറിയിട്ട് ആ വ്യാഴം 11ൽ നിൽക്കുന്ന ആ ഗുണാനുഭവങ്ങൾ നമുക്ക് ധാരാളം വരാനായിട്ട് സാധിക്കും. ഈ പൂജകളൊക്കെ നന്നായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ മാസത്തിലൊരിക്കൽ ഗണപതി ക്ഷേത്രത്തിൽ പോവാം, ഗണപതിക്ക് ഒരു തേങ്ങ മുട്ടെടുക്കുക, കറുകയുടെ മാല അർച്ചന ചെയ്യുക, അർച്ചനയല്ല മാല സമർപ്പിക്കുക. പിന്നെ ഈ അഥർവശീർഷം എന്ന് പറഞ്ഞത് ഉണ്ട്, ആ ഒരു പൂജയും കൂടി അവരെ പൂജാരിയുടെ അടുത്ത് പറഞ്ഞാൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമ്മളെ കന്നിരാശിക്കാർക്ക് വരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ 9ാം ഭാവത്തിലാണ് വ്യാഴം. 2026 തുടക്കക്കാലൊക്കെ വ്യാഴം 9ൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ലൊരു സമയം തന്നെയാണ് തുലാരാശിക്കാർക്ക്. പക്ഷേ അവിടെ 6ാം ഭാവത്തിൽ ശനി വരുന്നതും നല്ലതാണ്. ശനി ഈശ്വരനെ എപ്പോഴും 6ാം ഭാവമൊക്കെ നല്ലത് തന്നെ. വ്യാഴം 9ൽ നിൽക്കുന്നതിന് 10ലേക്കൊരു മാറ്റം വരികയാണ്. ജൂൺ മാസത്തോടു കൂടി 10ലേക്ക് വരുമ്പോൾ കർമ്മമാണ് 10ാം ഭാവം നമുക്ക് വരിക. അപ്പോൾ അതിൽ മാറ്റങ്ങളാണ് വരുന്നത്. കർമ്മത്തിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം വേറെ ഒരു കർമ്മത്തിലേക്ക് പെട്ടെന്ന് ചേഞ്ചിങ് വരിക.
അപ്പം നമ്മൾ ആകെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാനെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ, കർക്കിടക രാശിയല്ലേ, ഉച്ചരാശിയാണ്, നമുക്ക് ദോഷാനുഭവങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നാൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ 11ാം ഭാവത്തിൽ നമുക്ക് അവിടെ കേതുണ്ട്, ലാഭസ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. അപ്പം ആത്മീയമായ പുരോഗതിക്കൊക്കെ നല്ലതാണ്. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. കേതു 11ലാണ്, ലാഭം കൊണ്ടുതരും ചെയ്യും, ചിലപ്പോൾ അതേപോലെ തന്നെ എടുക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം നമുക്ക് 10ലേക്കാണ്. കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക. കർമ്മമാണ് മുഖ്യമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കർമ്മത്തിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് പറ്റും. വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എക്സാമൊക്കെ എഴുതുമ്പോൾ അവർ വളരെ സൂക്ഷിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ൽ നമുക്ക് ഈസി ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ എഴുതുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ കേതു അവിടെ നമുക്ക് ഓരോ ദോഷങ്ങൾ ചെയ്തു തരുകയും ചെയ്യും. അതേപോലെ രാഹു ഉണ്ട്, രാഹു 5ലാണ്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര ഈസിയാണെന്നൊക്കെ, പക്ഷെ എഴുതി വരുമ്പോൾ ഫുള്ള് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇതില്ലേ, കാണുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്ടം എഴുതി വരുമ്പോൾ കാണുന്നില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റം വരും. അപ്പം അത് ഈ തുലാം രാശിക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. പക്ഷെ വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവമാണ്. കർക്കിടക രാശിയിലേക്ക് വരുന്നത് കൊണ്ട് 10ലായാലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, 9ലായാലും 10ലായാലും ആ വ്യാഴത്തിൻ്റെ പ്രീതി നമുക്ക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ തുലാം രാശിക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവുക. പിന്നെ അതേപോലെ ശനീശ്വരനെ പ്രാർത്ഥിക്കുക. രാഹു കേതുക്കൾക്ക് നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് ഈ നവഗ്രഹങ്ങൾക്ക് ഒരു 9 പട്ട് കിട്ടും, ആ പട്ട് മേടിക്കുക, സമർപ്പിക്കുക. അതേപോലെ നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ വെച്ച് നവഗ്രഹ പൂജ ചെയ്യുക. അത് ആ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അത് ചെയ്താൽ നല്ലൊരു മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴം അഷ്ടമത്തിലായിരുന്നു ഈ 2025 കഴിഞ്ഞ് 2026 ജൂൺ വരയ്ക്കും അഷ്ടമത്തിലാണ്. ആ അഷ്ടമത്തിൽ നിന്ന് 9ാം ഭാവത്തിലേക്ക്, ഭാഗ്യഭാവത്തിലേക്കും, അതും ഉച്ചരാശിയിലേക്കാണ് വ്യാഴം വരുന്നത്. അത് ഏറ്റവും നല്ല ഭാഗ്യ അനുഭവങ്ങൾ തന്നെയാണ് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് കിട്ടുന്നത്. അപ്പം അവിടെ ഭാഗ്യഭാവത്തിലേക്ക്, അതായത് കർക്കിടകത്തിലെ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭാവമാണ് അവിടെ വരുന്നത്. പിന്നെ ശനി അവിടെ തന്നെയാണ്, അവർക്ക് 5ാം ഭാവത്തിൽ തന്നെയാണ് ശനീശ്വരൻ നിൽക്കുന്നത്. 5ൽ ശനി എപ്പോഴും ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതേപോലെ ഇപ്പോൾ 9ലേക്ക് വന്നപ്പോൾ അതിലും ഇത്തിരി കൂടി നല്ലൊരു ഭാവത്തിലേക്ക് വരും. പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകളും, പിന്നെ അവിടെ നിന്ന് അഷ്ടമത്തിലേക്ക് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് എവിടെ നിന്ന് ചോദിച്ചാലും പൈസയൊക്കെ കിട്ടും, പക്ഷെ അത് കടമായിരിക്കും. അപ്പോൾ കടമല്ലാത്ത ആ കടമൊക്കെ വാങ്ങിയതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടി നമുക്ക് സാധിക്കും. ആ വ്യാഴം നമുക്ക് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ വാങ്ങിയ ബാധ്യതകളൊക്കെ തിരിച്ചു കൊടുക്കാനും, പിന്നെ അതേപോലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ സമ്പത്ത് വരാനൊക്കെ സാധിക്കുന്നൊരു സമയം തന്നെയാണ് വൃശ്ചിക രാശിക്കാർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അവർക്ക് ഇവിടെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് തിരിമറിക്കാൻ കാശ് പറ്റും, പക്ഷെ തിരിമറിയല്ല, നമ്മൾ ഉണ്ടാക്കിയ ധനം, കർമ്മത്തിലൂടെ നമ്മൾ ആർജിച്ച ധനം കൊണ്ട് തന്നെ ഇവരെ ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് പറ്റുന്നൊരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വിദേശത്ത് പോയിട്ട് ജോലി കിട്ടാതെ നടക്കുന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു സമയം അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഏതൊരു ജോലിയാണോ കിട്ടുന്നത് അത് പെട്ടെന്ന് എടുത്ത് അതിലേക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി നല്ലൊരു ഭാവത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു മാറ്റം, വ്യാഴത്തിൻ്റെ മാറ്റം നമുക്ക് സാധിക്കും. രാഹു ആണെങ്കിൽ 4ലാണ്, കുടുംബക്ഷേത്രത്തിൽ പോവുക. കുടുംബക്ഷേത്രത്തിൽ നമുക്ക് നാഗദൈവങ്ങളൊക്കെ ഉള്ളതും കാവൊക്കെ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കർമ്മത്തിൽ വരുന്ന എന്ത് തടസ്സങ്ങളും മാറാനും നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അതാണ് ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അവർ വളരെയധികം ഈ 2026 ജൂൺ വരയ്ക്ക് വളരെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ അത്രയും ശ്രദ്ധിച്ചതിന് മുഴുവൻ ഗുണങ്ങളും കിട്ടുന്നൊരു സമയമാണ് ജൂൺ മാസം മുതൽ. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം സാധിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 7ാം ഭാവത്തിലാണ് വ്യാഴം. 2026 ജൂൺ മാസം വരെ 7ലും, അത് കഴിഞ്ഞാൽ അഷ്ടമത്തിലുമാണ്. അത് കർക്കിടക രാശിയാണ്. അപ്പോൾ ഇവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുരാശിക്കാർ വാക്കുകളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉച്ചസ്ഥനായിരിക്കുന്ന വ്യാഴം നീച ഭാവത്തിലേക്ക്, രാശിയിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്, മകരത്തിലേക്ക്.
അപ്പോൾ അവിടെ നിധി, കോശം, ധനം, വാക്ക്, വ്യയം, നമ്മളിങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വാക്കുകളെ വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് ധനുരാശിക്കാർക്ക്. ഈ 2026 ജൂൺ മാസം മുതൽ കേട്ടോ. അതുവരേക്ക് നല്ലതാണ്. ഏഴിൽ തന്നെ നിൽക്കുകയാണ്, നിവർത്തി സ്ഥാനമാണ്. പക്ഷെ 4 അവർക്ക് ശനിയാണ്. 4 ശനി വീട്ടിൽ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പുതിയൊരു ഗ്രഹം നോക്കാനോ അല്ലെങ്കിൽ പഴയതിനെ പുതുക്കി പണിയാനൊക്കെ പറ്റുന്ന ഒരു സമയം നമുക്ക്. പിന്നെ നമ്മുടെ ഈ ഷെയർ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ളവർ ഈ 7 നിൽക്കുമ്പോൾ അവർക്ക് ഇത്തിരി ലാഭസ്ഥാനത്തൊക്കെ നിൽക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ജൂൺ മാസം മുതൽ അവരത് ശ്രദ്ധിക്കണം. അഷ്ടമത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാർക്കറ്റിങ്ങിൽ നമുക്ക് കൂടുതൽ ധനം ലഭിക്കാൻ ഇത്തിരി കുറവ് കിട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അത് വളരെയധികം ധനുരാശിക്കാർ ശ്രദ്ധിക്കണം. ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥന ചെയ്യുക. കുടുംബദൈവങ്ങളെ 4 ശനി നിൽക്കുന്നത് കൊണ്ടേ, ഇപ്പോൾ വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ ഗണപതിയൊക്കെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കർഗമാല കൊടുക്കുക, മുട്ടിറക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ധനുരാശിക്കാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. ജൂൺ മാസം വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മകരം രാശിയിൽ പെടുന്നവർക്കാണെങ്കിൽ മകരം രാശിയിൽ ചന്ദ്രരാശി വന്നാലും ലഗ്നം വന്നാലും അവരെ സംബന്ധിച്ച് അവർക്ക് 6 വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ 2026 ജൂൺ മാസം 9 ശേഷം ആ വ്യാഴത്തിനൊരു മാറ്റമാണ്. അത് 7 വരും. 7 വരുന്നത് നമ്മുടെ നല്ല ഭാവമാണ്. 7-ാം ഭാവമാണ്, നിവർത്തിക്കുന്ന ഭാവമാണ്. എന്ത് കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും പകുതിയൊക്കെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റോ അല്ലെങ്കിൽ നമ്മളൊരു പഠിപ്പോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ട് വിചാരിച്ചിരുന്നു, പിന്നെ പറ്റിയില്ല എന്നൊക്കെ അതൊക്കെ മാറ്റം വരുന്നൊരു സമയമാണ്. കർക്കിടക രാശി ചരരാശിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചലിക്കും. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റം വരുന്ന നല്ലൊരു സമയമാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ 3-ലാണ് ശനി. അപ്പോൾ ആ 3-ലെ ശനിയുടെ പ്രവർത്തനം ശരിക്കും ഈ വ്യാഴം 7 വരുമ്പോൾ നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 7-ര ശനിക്ക് കഴിഞ്ഞ് 3-ലെ ശനി വന്നു, എന്നിട്ടും ഒന്നും ഒരു കാര്യവും നടക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല മാറ്റം വരുന്നൊരു സമയമാണ് ഈ ജൂൺ മാസം 9 ശേഷം നമുക്ക് വരിക. അപ്പം അത്ര നാൾ നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരുന്നോ അതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടും. നമ്മുടെ അടുത്തേക്ക് നോക്കാൻ വരുന്നവരാണെങ്കിലും നമ്മൾ എന്താ പറയുക, ഇപ്പം നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ജോലിക്ക് പോകണം, ശമ്പളം കുറവാണെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു മാറ്റം വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നവരാണെങ്കിലും ഇപ്പോൾ നമ്മുടെ രാശിയിൽ വരുന്ന പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു, ഫലമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറ്റം വരുന്നൊരു സമയമാണ് 2026. കർക്കിടക രാശിയിലേക്ക് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഭാവമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ാം ഭാവത്തിൽ രാഹു ഉണ്ട്. വാക്ക് 3-ലെ ശനി വരുമ്പോൾ മുടി വെച്ച് വാടുന്ന പറയാം. അപ്പോൾ വാക്കുകൾക്കൊക്കെ അഹങ്കാരം വരുന്നു. ആ അഹങ്കാരം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം നമുക്ക് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ആ അഹങ്കാരത്തെ കുറച്ച് വാക്കുകളെ നല്ല പോലെ ശ്രദ്ധയോടുകൂടി എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ 2-ൽ പെട്ടെന്ന് നിധി, പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എങ്ങനെയൊക്കെയോ നമ്മൾ ചെയ്തു വെച്ച ആ കർമ്മഫലം കൊണ്ട് നമുക്ക് പൈസ വരും, പെട്ടെന്നൊരു ചിട്ടി കിട്ടാം, ബിസിനസ് കൂടുതൽ ലാഭത്തിൽ പോവാം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തിരി അഹങ്കാരം വർദ്ധിക്കും. ആ അഹങ്കാരം ഇല്ലാതെ നമ്മൾ സൂക്ഷിച്ചാൽ, പിന്നെ അത് 2-ൽ രാഹുവാണ്. രാഹു എപ്പോഴും മോഹങ്ങളെ തരും. പെട്ടെന്നായിരിക്കും നമ്മളൊരു മായ ഉണ്ടാക്കുകയുള്ളൂ. മായാജാലം ഉണ്ടാക്കാൻ ഏറ്റവും കഴിവുള്ള വ്യക്തിയാണ് രാഹു. അപ്പോൾ അതിലേക്ക് പോയി ചാടരുത്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അഷ്ടമത്തിൽ കേതു ഉണ്ട്, 2-ൽ രാഹു ഉണ്ട്. അപ്പോൾ കേതു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീഴ്ചകൾ, രോഗത്തിനേക്കാൾ ഉപരി നമ്മളെ തട്ടിയിടും. അങ്ങനെയൊക്കെ കാലുമിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ സൂക്ഷിക്കണം. പക്ഷെ നല്ലൊരു ഭാവമാണ്. ഇതൊക്കെ വരും എന്നൊക്കെ നമ്മൾ സൂക്ഷിക്കും വേണം. ഇത് ഈ രാഹുവും കേതുവും 2-ലും അഷ്ടമത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അഹങ്കാരത്തേക്ക് കുറച്ച് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ വരുന്നത് 2026. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 2-ാം ഭാവത്തിൽ 7-ര ശനിയുടെ അവസാന ഘട്ടമാണ്. 2-ാം ഭാവത്തിലാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് 5-ാം ഭാവത്തിലായിരുന്നു വ്യാഴം വന്ന് നിൽക്കുന്നത്. അവർക്ക് ആ 7-ര ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ
ആ ശനി നമ്മളെ കുറേ അബദ്ധങ്ങളിലും വീഴ്ചകളിൽ നിന്നൊക്കെ വീണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഒന്ന് സെറ്റായി 5-ലെ വ്യാഴം നമുക്ക് ഒരു എന്താ പറയുക തിരിച്ചറിവുകളെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ആ തിരിച്ചറിവിലൂടെയാണ് നമ്മളിപ്പോൾ ഒരു 5-5.5 വർഷമായിട്ട് നമുക്ക് ശനി ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ 7.5 ശനിയാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ വ്യാഴം 6ലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 2026 ജൂൺ മാസം 9-ാം തീയതിക്കാണ് ശേഷമാണ് പോവുക. അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് നല്ലൊരു സമയമാണ്. 6ലേക്ക് വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതും 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിന് ദോഷമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ രാശി കൊണ്ട് നമുക്ക് നല്ലതാണ്. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനാണ്, ഭാവം കൊണ്ട് നമുക്ക് ദോഷം. അപ്പം അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തികമാണ് ഇപ്പോൾ വ്യാഴനെ എപ്പോഴും നമ്മൾ സമ്പത്തിൻ്റെ കാരകത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നോക്കണം. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ 5-ാം ഭാവത്തിൽ സന്താനം ഭാവത്തിൻ്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. വിദേശത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ ലോണൊക്കെ എടുത്ത് കുട്ടികളൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിടുന്ന ഭാവത്തിൽ വരുമ്പോൾ വളരെ സൂക്ഷിച്ച്, ജൂൺ മാസത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിച്ച് നമ്മൾ ധനത്തെ കൈകാര്യം ചെയ്യണം. ആരെന്ത് ഏജൻസീസൊക്കെ പറഞ്ഞാലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഭാവമാണ് കുംഭക്കൂറുകാരിക്ക്. പിന്നെ 2-ലാണ് ശനി. ആ 2-ൽ ശനി നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വാക്കുകളെ വളരെ ശ്രദ്ധിക്കണം. 2-ാം ഭാവത്തിലാണ് ശനി. ലഗ്നത്തിൽ തന്നെ രാഹു. ലഗ്നത്തിൽ രാഹു നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് എപ്പോഴും രോഗങ്ങളുണ്ടാവും. നീര് വരിക, പെട്ടെന്ന് ഇങ്ങനെ കാലും കൈയുമൊക്കെ നീർക്കെട്ടുണ്ടാക്കുക, അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ 7.5 ശനി കഴിയാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2026 എന്ന് പറഞ്ഞാൽ പകുതി ടൈം നല്ലതും പകുതി ടൈം നമുക്ക് ദോഷമാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ശനിക്ക് നമുക്ക് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം. രാഹുവിന് ലഗ്നത്തിൽ തന്നെ രാഹു, അപ്പോൾ രോഗങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉദരസംബന്ധമായിട്ട് കേതുണ്ട്. അപ്പോൾ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. ഇവരെന്താണോ പറയുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. പിന്നെ ദേവി, 7-ാം ഭാവത്തിൽ കേതു വരുമ്പോൾ ദേവീ ക്ഷേത്രവുമായിട്ട് നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദേവീ ക്ഷേത്രത്തിൽ പോകണം. പറ്റത്തക്ക വഴിപാട് ചെയ്യണം. ബുദ്ധിമുട്ടുകളായിട്ട് ഇപ്പം ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. പിന്നെ 2-ലെ ശനി നിൽക്കുമ്പോൾ ഈ മൃത്യുഞ്ജയ ഹോമം നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അത് ക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരിതങ്ങളെ കുറേ മാറ്റും. അല്ലാതെ മൃത്യുഞ്ജയം എന്ന് പറയുമ്പോൾ മൃത്യുവിൻ്റേതായിട്ടുള്ള വല്ല ബന്ധമാണോ എന്നല്ല ചിന്തിക്കേണ്ടത്. ദുരിതങ്ങളെ മാറ്റാനായിട്ട് നമുക്കിതിന് കഴിയും. അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈ കുംഭരാശിക്കാർ മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും. അതായത് കുട്ടികൾക്കായാലും ഇപ്പോൾ ഈ രാശിയിൽ പെടുന്ന നക്ഷത്രക്കാരായിട്ട് പിന്നെ ഇവരുടെ ദശയും അന്തർദശയും പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ കാലം, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഇന്ന ദശയിലായിരിക്കും വരിക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി പ്രായം 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ശനീശ്വരന് ഇത്തിരി ദോഷം കുറയ്ക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അത് നിങ്ങളുടെ ജാതകം നോക്കി പരിശോധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതാണ് കുംഭരാശിക്കാർക്ക് ഈ ഒരു വർഷം നല്ല ഫലങ്ങളാണ് കിട്ടുക. നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഗുണ ആധിക്യം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മീനരാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ലഗ്നത്തിലാണ് ശനി നിൽക്കുന്നത്. അതായത് ആ ജന്മശനി എന്നൊക്കെ പറയുന്ന പോലെ ലഗ്നത്തിലാണ് ശനി. 7.5 ശനിയുടെ ഒരു കാലഘട്ടമാണ്. 12-ലെ ശനി മാറി ഇപ്പം ജന്മത്തിലാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. 4-ലായിരുന്നു അവർക്ക് വ്യാഴം, അത് 5-ാം ഭാവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 5-ാം ഭാവത്തിലേക്ക് വ്യാഴം പോകുന്നത് കർക്കിടക രാശിയിലാണ്. ഏറ്റവും നല്ല ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ മാറ്റം. 2026 ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. അതുവരയ്ക്ക് നമ്മുടെ ഈ ശനി ജന്മശനിയാണ്. രാഹു 12-ലാണ്. രാഹു 12-ൽ നമുക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചവർക്ക് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ജോലി കിട്ടാതെ അങ്ങനെ വിഷമിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഒരു നല്ല സമയമാണ് ഈ ഒരു 2026 വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ രോഗങ്ങളുണ്ടാവാം. കാലിന്മയൊക്കെ എപ്പോഴും നമ്മുടെ കാല് സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ അതൊക്കെ മാറും. അതൊക്കെ നമുക്ക് ഇപ്പോൾ എത്ര നാൾ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് ഇത്ര രോഗത്തിന് മരുന്ന് കഴിച്ചിട്ട് ഇത് മാറുന്നില്ല എന്നൊക്കെ ചിന്തിച്ചവർക്കൊക്കെ അത് മാറ്റത്തിനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലൊരു ഭാവമാണ്. ഇപ്പോൾ 7.5 ശനിയാണ്. ശനി 12-ൽ വന്നു, ജന്മശനിയാണ്.
അപ്പോൾ ഈ ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പറയും എപ്പോഴും വർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തൊരു ജോലിയാണെങ്കിലും അത് ന്യായത്തിൻ്റെ രീതിയിൽ ജോലി എടുത്തു പോവാം, കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക. ഒരു ചെറിയ കർമ്മമാണെങ്കിലും അതിനെ കൃത്യത ഉണ്ടാക്കുക, അത് ചെയ്ത് തീർത്തിട്ട് പോവുക. അപ്പോൾ മേലുദ്യോഗസ്ഥൻ്റെ അല്ലേ എൻ്റെ അല്ലല്ലോ എന്നുള്ളൊരു തീരുമാനമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്താണോ ആ കർമ്മം കറക്റ്റായിട്ട് പോവുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ശനി നമുക്ക് നല്ല അനുഭവങ്ങളാണ് തരിക. ആദ്യമൊക്കെ ശനീശ്വരൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കും, അതാണ് 12-ലെ ശനി. ആ പരീക്ഷണത്തിൽ നമ്മൾ 2.5 വർഷം നമ്മൾ ഒന്നും ഇച്ഛിക്കാതെ, നമ്മൾ പറയില്ലേ, ഒന്നും നമ്മൾ ഇച്ഛിക്കാതെ തന്നെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്ന ധനം മതി എന്ന് വെച്ചിട്ട്. പിന്നെ നമുക്ക് അറിഞ്ഞു തരും, ആ അറിഞ്ഞു തരുന്ന ധനം ഒരിക്കലും പോവില്ല. ശനി തരുന്ന ഏതൊരു ധനവും പോവാറില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. അതിനു വേണ്ടി രാഹുദശയിൽ നമുക്ക് രാഹു തരുന്ന പല ധനങ്ങളും 18 വർഷത്തിൽ 10 വർഷം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ധനം അപ്പോൾ പിന്നെ 15-ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേനും പകുതി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് 18-ാമത്തെ വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വരെ എത്തിക്കുന്ന രാഹുവുണ്ട്. പക്ഷെ ശനീശ്വരൻ അങ്ങനെയല്ല, നമുക്ക് പല പ്രതിസന്ധികൾ തന്നാലും അതിലൂടെ തരുന്ന നമ്മൾ അതിലൂടെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും. അതിലൂടെ തരുന്ന ധനവും അത് അവിടെ തന്നെ നമുക്ക് തന്നെ തന്നിട്ട് പോകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. അപ്പോൾ ജന്മശനിയെ നമ്മൾ പേടിക്കേണ്ടതൊന്നുമല്ല. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിദേശത്ത് പോകുന്ന കുട്ടികളായാലും പോയ കുട്ടികൾക്കാണെങ്കിലും അവിടെ ഇപ്പോൾ പുതിയ 7.5 ശനിയുടെ കാലഘട്ടത്തിൽ നമ്മളൊരു ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് ജോലി എന്ന് പറയേണ്ട, ഏത് ജോലിക്ക് പോയാലും നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ ഇൻസൾട്ടിങ് കിട്ടും. നമ്മൾ ഈ ജോലി തന്നെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിൽ നിന്നൊക്കെ നല്ലൊരു സമയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ മനോബലമാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. നല്ല മനോബലത്തോടു കൂടി പ്രാർത്ഥിക്കുക, ദേവീനെ നന്നായിട്ട് ഭജിക്കുക. നിങ്ങളുടെ ഉപാസനാമൂർത്തി ഏതാണോ അതിനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ പുറത്തേക്ക് ഇത്തിരി നിങ്ങൾക്ക് ഈ 5-ലേക്ക് വ്യാഴം വരുമ്പോൾ പുറത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. നമ്മൾ ഇത്ര നാൾ അങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചിരുന്നു, പോകാൻ പറ്റിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന ഒരു നല്ലൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മീനൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലമാണ് 2026 നമുക്ക് വന്നിരിക്കുന്നത്.